നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഒരു 20 വർഷം മുമ്പ് ഞാൻ 20 അല്ലെങ്കിൽ മേ ബി 20 കൂട്ടുണ്ട്. കാരണം 20 വർഷം മുമ്പാണ് ജലോത്സവം റിലീസായത്. 20 വർഷത്തിന് ശേഷം അതിന് പടമൊക്കെ റിലീസായതിന് ശേഷം ആ പടം ആരും തിയേറ്ററിൽ പോയി കണ്ടൊന്നുമില്ല. പിന്നീട് അതിൻ്റെ CD വന്നു. ഞാൻ CD ഇട്ട് കണ്ട ഒരു സിനിമയാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ CD ഇട്ട് കണ്ട സിനിമയാണ്. എനിക്ക് ആ സിനിമ അത്ര വലിയ ഇഷ്ടപ്പെട്ട സിനിമ ഒന്നും അല്ലായിരുന്നു. 20 വർഷത്തിന് ശേഷം അതിലെ ഒരു ക്യാരക്ടർ ഹിറ്റാവുകയാണ്. ഐ മീൻ ദുബായ് ജോസ് ഹിറ്റാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാരക്ടർ, എനിക്കൊന്ന് റിയാസ് ഖാൻ്റെ വേറെ ക്യാരക്ടർ ഇത്ര ഹിറ്റായിട്ടില്ല ലൈഫിൽ ഇതുവരെ. റിയാസ് ഖാൻ എന്തോരം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ജലോത്സവത്തിന് ചെയ്തതിന് മുമ്പ് തന്നെ റിയാസ് ഖാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. 20 വർഷത്തിന് ശേഷം ഒരു ക്യാരക്ടർ ഹിറ്റാവുകയാണ് ഗൈസ്. അതായത് അങ്ങനെ ചെയ്തൊരു കഥാപാത്രം ഹിറ്റാവുകയാണ് 20 വർഷത്തിന് ശേഷം. എൻ്റെ അർത്ഥം എന്താ? അതായത് അന്ന് മേ ബി പുള്ളി അത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്ടേഷൻ ചെയ്തിട്ടുണ്ടാവും, ഒക്കെ എൻ്റെ ക്യാരക്ടർ ഹിറ്റാവും. പക്ഷേ ആ സമയത്ത് ഹിറ്റായില്ല. ബട്ട് 20 വർഷം കഴിഞ്ഞ സംഭവം ഹിറ്റായി. അതായത് എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിയുമ്പോൾ, ഇന്ന് ആരും അംഗീകരിച്ചില്ലെങ്കിലും കുറച്ച് കഴിയുമ്പം ആരും എവിടെയെങ്കിലും എന്തെങ്കിലും അംഗീകരിക്കും. കാര്യം എന്ന് വെച്ചാൽ, അന്ന് എനിക്ക് ആ വീഡിയോ അല്ലെങ്കിൽ അതിലെ സീൻസ് ഇപ്പം കാണുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ഡെഡിക്കേഷനോട് ആ സീൻസ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അതിനകത്തൊരു ആത്മാർത്ഥ കുറവ് നമുക്ക് എങ്ങും ഫീൽ ആവുന്നില്ല. പുള്ളി ഫുള്ള് പൊട്ടൻഷ്യൽ കൊടുത്തിട്ടാണ് ആ സീൻ ചെയ്തിട്ടുള്ളത്. അതിന്ന് ഏറ്റവും വലിയ ഹിറ്റാണ്. ഇതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, നമ്മൾ ലൈഫിൽ എപ്പോഴേലും ഒരു കാര്യം ചെയ്തുകൊണ്ടല്ലോ ആ സാധനം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, അത് ആ ഒരു സാധനത്തിന് അന്ന് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴേലും കിട്ടും. ആ കിട്ടുമ്പോൾ അത് ഭയങ്കര കിട്ടലായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത് ദുബായ് ജോസിനെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയ മൊത്തം കവർ ചെയ്യുന്നത് ദുബായ് ജോസിനെ കുറിച്ചാണ്. ഒന്നുമില്ല, അന്ന് അതിലെ ഒരു സീൻ, അതിലെ ആ ക്യാരക്ടർ കിടലാണ്. ഇപ്പം നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് കിടലൻ ക്യാരക്ടറാണ്. കുഞ്ചാക്കോവിനെ പോലും ആ സിനിമയിലെ കുഞ്ചാക്കോ തന്നെ ആരും ഓർക്കുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം ഭയങ്കര ക്ലിക്കായി, ഭയങ്കര ഹിറ്റായി. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ലപോലെ ചെയ്താൽ മേ ബി ഇപ്പോൾ ആരും ആലോചിക്കുന്നില്ലെങ്കിലും ഒരു കുറേ നാളുകൾക്ക് ശേഷം, അത് 20 വർഷത്തിന് ശേഷം, ഒരിക്കലും റിയാസ് ഖാൻ ജന്മത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ സാധനം ഹിറ്റാവും അല്ലെങ്കിൽ ക്ലിക്കാവുന്നു. ഒരിക്കലും അയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം ക്ലിക്കായി, ഹിറ്റായി. ഇതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു. ഞാൻ അത് കണ്ട് ഇൻസ്പയർ ആയി. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്ത സംഭവം എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഇത് മനസ്സിലാവും. ആത്മാർത്ഥത്തോട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്തെങ്കിലും ആൾക്കാർ തിരിച്ചറിയും. അതാണ് സംഭവം. അതാണ് ദുബായ് ജോസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ബൈ, നന്ദി, നമസ്കാരം.